ഒരു രസകരമായ ഒരു സംഭവം ഞാൻ പറയാം. അതായത് ഇന്നലെ CPM-ന്റെ കണ്ണൂരിലെ നേതാവ് MV ജയരാജൻ ഒരു കാര്യം പറയുകയുണ്ടായി. ജയരാജൻ പറഞ്ഞു, കാസർഗോഡ് നടന്നത് കള്ളവോട്ടുകളല്ല, മറിച്ച് ഓപ്പൺ വോട്ടുകളാണ് എന്നത്. എന്നാൽ ആ ദൃശ്യങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും വ്യക്തമായി തെളിയിച്ചു അത് ഓപ്പൺ വോട്ടല്ല, മറിച്ച് അത് കള്ളവോട്ടാണ് എന്നുള്ളത്. തെളിയിക്കാനുള്ള ഒറ്റനോട്ടത്തിൽ തെളിയിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്, അതായത് ഈ ഓപ്പൺ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ വലത് കൈയിലാണ് മഷി പുരട്ടേണ്ടത്. അതായത് സാധാരണഗതിയിൽ നമ്മൾ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ ഇടത് കൈയിലാണെങ്കിൽ, ഓപ്പൺ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ വലത് കൈയിലാണ് മഷി പുരട്ടാറുള്ളത്. അപ്പോൾ വലത് കൈയിൽ മഷി പുരട്ടേണ്ടതിന് പകരം ആ സ്ത്രീ ദൃശ്യത്തിൽ കാണുന്നുള്ളത്, ആ സ്ത്രീ അടങ്ങുന്ന മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നുള്ളത് ഇടത് കൈയിലാണ് മഷി പുരട്ടുന്നുള്ളത്. ഇത് ഒറ്റ നോട്ടത്തിൽ വ്യക്തമായിട്ടുള്ളതാണ്, ഇതൊരു കള്ളവോട്ടാണെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളും അവരുടെ പക്കൽ കിട്ടി. അങ്ങനെ ഈ തെളിവുകളെ മുന്നിൽ നിർത്തി ശക്തമായി സോഷ്യൽ മീഡിയയിലും മറ്റുള്ള രീതിയിലും പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് KSU സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തിന്റെ പോസ്റ്റ് കുത്തിപ്പൊക്കുന്നത്. അതായത് അഭിജിത്ത് ഇടത് കൈയിലെ 2 വിരലുകളിൽ, അതായത് ചൂണ്ടുവിരലും മറ്റു വിരലിലും ഒത്ത് മഷി പുരട്ടിയതായിട്ടുള്ള ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചു. ഈ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചപ്പോൾ ഈ ചിത്രം വ്യക്തമാക്കുന്നത് ഓപ്പൺ വോട്ട് ഇടത് കൈയിലും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആകെ അങ്കലാപ്പിലായി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തകർ. കാരണം കൂട്ടത്തിൽ നിന്നുള്ള ഒരുത്തൻ തന്നെ പറഞ്ഞു ഇടത് കൈയിലും മഷി പുരട്ടാം എന്നുള്ളത്. ആ പോസ്റ്റ് മുക്കാനും പറ്റാത്ത ഒരവസ്ഥയിൽ അഭിജിത്ത് മുന്നോട്ട് പോയി. അഭിജിത്തിന്റെ ഈ പോസ്റ്റ് കിട്ടിയ ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ ഉടൻ തന്നെ അത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇതാ അഭിജിത്തും ഒരു കള്ളവോട്ട് നടത്തിയിരിക്കുകയാണ്. അതായത് അഭിജിത്തും ഇടത് കൈയിൽ 2 വോട്ടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദൃശ്യത്തിൽ കാണുന്നവരും ഇടത് കൈയിൽ തന്നെയാണ് 2 വോട്ടുകൾ നടത്തുന്നുള്ളത്. അപ്പൊ അതും കള്ളവോട്ടല്ല, ഇതും കള്ളവോട്ടല്ല. അതും കള്ളവോട്ടാണെങ്കിൽ ഇതും കള്ളവോട്ടാണെന്ന് ഒറ്റ നോട്ടത്തിൽ പറയേണ്ടി വരും എന്നുള്ള രീതിയിലാണ് സൈബർ സഖാക്കൾ പ്രചരിപ്പിക്കുന്നുള്ളത്. എന്തായാലും MV ജയരാജന് മറുപടി കൊടുത്തവർ അഭിജിത്തിന് എന്ത് മറുപടി കൊടുക്കുമെന്നുള്ള ആശങ്കയിലാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.